Dear friends, once again, warm welcome to my English class. We are studying The Adventures in the Banyan Tree, written by Ruskin Bond. ഇന്ന് നമ്മൾ 12-ാം പേജിലുള്ള ഒരു ബാറ്റിൽ എപ്പിസോഡ് അതാണ് വായിച്ച് മീനിങ് പറയുന്നത്. ഇറ്റ് ഈസ് in between a cobra and a mongoose. നമുക്ക് വായിച്ച് മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഭാഗം ഞാൻ ഷെയ്ഡ് കൊണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, we can go to the passages now. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. Mongoose ഒരു false movement നടത്തണം. Then the cobra can strike it or bite it. The cobra first of all stood on the defensive. അതൊരു ഡിഫെൻസിൻ്റെ മോഡിൽ നിന്നു. അറ്റാക്ക് ചെയ്യാനല്ല, not in an attacking mode but in a defense position, and it started to sway slowly from side to side. ഏത് ഭാഗത്തേക്കാണ് കൊത്തുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ തല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാടുന്ന മാതിരി ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നു. ദെൻ ട്രൈങ്, ഇതിന് ലക്ഷ്യമുണ്ട്. എന്താണ്? ഇറ്റ് വാസ് ട്രൈങ് ടു മെസ്മറൈസ് ദ മോങ്കോസ്. മോങ്കൂസിനെ മെസ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ്. വാട്ട് ഈസ് മെസ്മറിസം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രജാലം എന്നൊക്കെ പറയുന്നത് എന്താണ്? മെസ്മറിസം മജീഷ്യന്മാരൊക്കെ ചെയ്യുന്നൊരുവല്ലേ. എന്താണ്? ടു ഡിസ്ട്രാക്ട് അവർ അറ്റൻഷൻ, ടു ഡിസ്ട്രാക്ട് വൺസ് അറ്റൻഷൻ. ഒരാളുടെ ശ്രദ്ധയെ എന്ത് ചെയ്യുക? വ്യതിചലിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് മെസ്മറൈസ് എന്ന് പറയാം. അങ്ങനെ മോങ്കൂസ് ഒരു ഫാൾസ് മൂവ് നടത്തിയാൽ കോബ്ര can win the battle. But the mongoose knew the power of his opponents' glassy, unwinking eyes and refused to meet them. Mongoose ഇത് ആദ്യമായിട്ടല്ല ഒരു ബാറ്റില് കോബ്രയെ നേരിടുന്നത്. സോ ഇറ്റ് ഡിഡ്ന്റ് മൈൻഡ് ഹിസ് ഒപ്പോണൻസ് ഗ്ലാസി അൺവിങ്കിങ് ഐസ് ആൻഡ് ഇറ്റ് refused to meet them. അപ്പോൾ തന്നെ മയക്കാനുള്ള ഒപ്പോണൻസിൻ്റെ, പ്രതിയോഗിയുടെ കണ്ണുകളുടെ ശ്രമം, ദറ്റ് ഐസ് വർ ഗ്ലാസി, ഗ്ലാസ് പോലെയുള്ളതാണ്. അൺവിങ്കിങ്, അത് ഇമ വെട്ടുന്നില്ല, തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ദ മോങ്കോസ് ഡിഡ്ന്റ് മൈൻഡ് ഇറ്റ് ആൻഡ് refused to meet them. അവയ്ക്കൊപ്പം നിന്ന് കൊടുക്കാൻ സമ്മതിച്ചില്ല. റെഫ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നിരസിക്കുക. ഇൻസ്റ്റെഡ്, പകരം, what did the mongoose do? നോക്കൂ, അതിനു മുമ്പ് look at the 9th question. The cobra was a good fighter. Pick out one of his fighting techniques. ഒരു ഫൈറ്റിംഗ് ടെക്നിക് എന്തായിരുന്നു? After standing on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. That was a fine trick from the cobra. Now look at the next passage. Instead, he fixed his gaze at a point just below the cobra's hood and opened the attack. പകരം, instead, എന്താണ്? what did the mongoose do? It fixed its gaze. അത് അതിൻ്റെ നോട്ടം ഉറപ്പിച്ചു. എവിടെ? at a point just below the cobra's hood. കോബ്രയുടെ പത്തിയുടെ തൊട്ട് താഴെയായിട്ട്. and started attack. അത് അറ്റാക്ക് തുടങ്ങി. so here mongoose was the real fighter attacker, and moving forward quickly until he was just within Cobra's reach, he made
a fiend to one side. So it was another tricky step from the mongoose. What did it do? Moving forward quickly, പെട്ടെന്ന് അത് മുന്നോട്ട് നീങ്ങി. ആണെങ്കിൽ ഏതുവരെ? he was just within the cobra's reach. കോബ്രയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ബൈറ്റ് ചെയ്യാൻ പറ്റും. കോബ്രയുടെ റീച്ചിലാണ്, അതിന് കൊത്താവുന്ന ഒരു പരിധിയിൽ നിന്നു. എന്നിട്ടോ, ആൻഡ് ഹി മെയ്ഡ് എ ഫിയൻഡ് ടു വൺ സൈഡ്. എന്നിട്ട് എ മോക്കിംഗ് അറ്റാക്ക്, ഒരു അറ്റാക്ക് നടത്തുന്ന പോലെ അത് ആക്ട് ചെയ്യാണ്. ഹി മെയ്ഡ് എ ഫിയൻഡ് ടു വൺ സൈഡ്. ഒരു ഭാഗത്ത് ഒരു മോക്കിംഗ് അറ്റാക്ക് പോലെ ഒരു ഭാഗത്തേക്ക് ഒരു ശ്രമം നടത്തി. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്. ഉടൻ തന്നെ കോബ്ര എന്ത് ചെയ്തു? ആഞ്ഞു കൊത്തി. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി. അവൻ്റെ ആ ഭയങ്കരമായുള്ള വലിയ പാമ്പിന്റെ പത്തി ഉണ്ടല്ലോ, ആ പടം കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി ദാറ്റ്, അത്ര പെട്ടെന്നാണ് പടം താഴേക്ക് വന്നത്. 3 ഫീറ്റ് ഹൈറ്റിൽ പടം ഉയർത്തി നിൽക്കുന്ന സർപ്പം പെട്ടെന്ന് തല താഴ്ത്തി. സോ ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മോങ്കൂസ്. മോങ്കൂസിനെ ഇനി ആർക്കും ഒന്നിനും, നത്തിങ് കുഡ് സേവ് മോങ്കൂസ്, അത് ഞാൻ വിചാരിച്ചു. സോ സ്വിഫ്റ്റ്ലി കെയിം ദ ഹുഡ് ഡൗൺ. ബട്ട് ദ ലിറ്റിൽ ഫെലോ മോങ്കൂസ് ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്. വളരെ നീറ്റായിട്ട് അതൊരു ഭാഗത്തേക്ക് ചാടി. ആൻഡ് ഡാർട്ടഡ് ഇൻ. അതെന്ത് ചെയ്തു? ദെൻ ഡാർട്ടഡ് ഇൻ. ഡാർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര. കോബ്രയെ പോലെ തന്നെ വളരെ സ്പീഡിൽ അതൊരു ഭാഗത്തേക്ക് ചാടി. ആൻഡ് ബൈറ്റിംഗ്, ഒരു മറുഭാഗത്ത് ചാടിയിട്ട് ഇറ്റ് സ്റ്റാർട്ടഡ് ടു ബൈറ്റ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്. ഈ സർപ്പത്തിൻ്റെ ബാക്കിൽ നല്ലൊരു കടി കൊടുത്തു. ആൻഡ് ഡാർട്ടിങ് അവേ, എന്നിട്ട് വീണ്ടും മറ്റൊരു ഭാഗത്തേക്ക് കുതിച്ചു. അഗെയിൻ ഔട്ട് ഓഫ് റീച്ച്. ഔട്ട് ഓഫ് റീച്ച് മീൻസ് എത്താത്തിടത്തേക്ക് എന്നർത്ഥം. Is there another question to address? Yes. The mongoose proved that he was clever. Can you cite any instance of his cleverness? A mongoose was cleverer. മറ്റേ ആളും എന്താണ്, കോബ്രയെക്കാളും കുറച്ചുകൂടെ ക്ലവറാണ് ഈ മോങ്കൂസ് എന്ന് പറയുന്ന ഒരു ഭാഗം. എന്താണത്? അതിനൊരു ഇൻസ്റ്റാൻസ് 2-3 ഈ പിങ്ക് ഷെയ്ഡുള്ള ഭാഗത്തുണ്ട്. യു ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഓക്കെ, ലെറ്റ്സ് മൂവ്. The moment the cobra struck, the crow and the myna hurled themselves at him. ആ നിമിഷം, the moment the cobra struck, കോബ്ര കൊത്താനിടയില്ല, അപ്പൊ തന്നെ the crow and myna started to attack. എന്താണ്? hurled themselves at him means അവൻ്റെ അരികിലേക്ക് പറഞ്ഞിരുന്നു. പക്ഷെ എന്താ ഫലം ഉണ്ടായത്? hurled themselves at him with an intention to attack, but only to collide heavily in the mid-air. അവർ വഴിമാർഗേ എന്ന് പറഞ്ഞാൽ മധ്യമാർഗത്തിൽ വായുവിൽ വെച്ചിട്ട് they started to collide each other heavily. അവ തമ്മിൽ കൂട്ടിയിടിക്കുകയാണ് ചെയ്തത്. because they were coming from the opposite sides. Shrieking at each other, they returned to the cactus plant. രണ്ടും കൂട്ടിയിടിച്ച് ബഹളം വെച്ച്, shrieking at each other, പരസ്പരം ശകാരിച്ചും തോന്നുന്ന മട്ടിൽ they returned to the cactus plant. ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങി. അവിടെ ഇരിപ്പിടം? to the cactus plant. Now, what is the result of the first round fighting? A few drops of blood glistened on the cobra's back. കോബ്രയുടെ പുറകുവശത്ത് നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? അതിൻ്റെ മേൽഭാഗത്ത് നിന്ന് രക്തം പൊടിഞ്ഞ് ഗ്ലിസൺ ചെയ്യാൻ തുടങ്ങി. ഗ്ലിസൺ മീൻസ് ഷൈൻ ചെയ്യാൻ തുടങ്ങി, ഷോൺ എന്നർത്ഥം. ദ കോബ്ര സ്ട്രക്ക് അഗെയിൻ. വീണ്ടും അത് കൊത്തി. ആൻഡ് മിസ്ഡ്. അതും വെറുതെയായി, മിസ്സായിപ്പോയി. അഗെയിൻ ദ മോങ്കൂസ് സ്പ്രാങ് അസൈഡ്. അതൊരു അരികിലേക്ക് കുതിച്ചു. സ്പ്രാങ് അസൈഡ്, ഒരു ഭാഗത്തേക്ക്. ജംപ്ഡ് ഇൻ
ആൻഡ് ബിറ്റ്. അത് എന്ത് ചെയ്തു? അതൊന്ന് പൊങ്ങിച്ചാടിയിട്ട് ആൻഡ് ബിറ്റ് ഇറ്റ് അഗെയിൻ. ബിറ്റ് മീൻസ് ബൈറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റ്. അത് വീണ്ടും കടിച്ചു. അഗെയിൻ ദ ബേർഡ്സ് ഡൈവ്ഡ് അറ്റ് എ സ്നേക്ക്. വീണ്ടും ഈ പക്ഷികളുടെ ശത്രു എന്ന് പറയുന്നത് കോബ്രയാണ്. ആരല്ല മോങ്കൂസ് അല്ല. നമുക്കത് മനസ്സിലാവും. അഗെയിൻ ദ ബേർഡ്സ് ഡൈവ്ഡ് അറ്റ് എ സ്നേക്ക് ബംപ്ഡ് ഇൻടു ഈച്ച് അതർ ഇൻസ്റ്റഡ്. ബംപ്ഡ് മീൻസ് അഗെയിൻ കൊളീഡഡ് കൂട്ടിയിടിച്ചു. And again returned shrieking to the safety of the cactus. പിന്നെന്താ നിവർത്തി? കാക്ടസിന്റെ സുരക്ഷിത വലയത്തിലേക്ക് വീണ്ടും പോന്നു. കാക്ടസ് എന്ന് പറഞ്ഞാൽ ഓർക്കണേ, കള്ളിമുൾച്ചെടിയാണ്. ഓക്കെ. So what were the reactions of the spectators when the cobra struck? ഈ കോബ്ര കൊത്താൻ തുടങ്ങിയപ്പോൾ സ്പെക്ടാക്ടേഴ്സ്, മൈന and the crow, what were their reactions? നിങ്ങൾ you understand the reactions. Twice they started the reaction. Twice, 2 പ്രാവശ്യം റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് you can write the answer. And now, so second round is over. Comes the third round. The third round followed the same course as the first, but with one dramatic difference. What is the dramatic difference? മൂന്നാം റൗണ്ട് അതേ ഗതി തന്നെയാണ്, ഫസ്റ്റിൻ്റെ അതേ ഗതി തന്നെയാണ്. ബട്ട് ദർ വാസ് വൺ ഡ്രാമാറ്റിക് ചേഞ്ച്. ഒരു നാടകീയമായിട്ടുള്ള, നമ്മൾ വിചാരിക്കാത്ത ഒരു വ്യത്യാസമുണ്ട്. വാട്ട് ഇസ് ദാറ്റ്? The crow and the myna still determined to take part in the proceedings. 2 പക്ഷികളും still വീണ്ടും they determined is decided to take part, to engage in the proceedings. ഈ നടപടികളിലേക്ക്, what is the proceedings? The battle. They wanted to take part in the battle, dived at the cobra. കോബ്രയുടെ നേരെ 2 പേരും വായുവിലൂടെ ഒളിയിട്ടു. അതിനാണ് ഡൈവ് എന്ന് പറയുന്നത്. ബട്ട് ദിസ് ടൈം ദേ മിസ്ഡ് ഈച്ച് അതർ. പക്ഷേ ഇത്തവണ നേരത്തെ പോലെയല്ല സംഭവിച്ചത്. ദേ മിസ്ഡ് ഈച്ച് അതർ. ദേ കുഡന്റ് കൊള്ളീഡ് ഈച്ച് അതർ. ദേ കുഡന്റ് ബംപ് ഇൻടു ഈച്ച് അതർ. 2 പേർക്കും പരസ്പരം കൂട്ടിയിടിക്കാനായില്ല. ആൻഡ് ദ മൈന ഫ്ലൂ ഓൺ. സോ ദേ കുഡന്റ് ഫൈൻഡ് ദർ മാർക്ക് ടു. ആൻഡ് അവർക്കൊരടയാളവും കാണാനായില്ല. എവിടെ വെച്ച് കൂട്ടിയിടിക്കണം മനസ്സിലായില്ല. ദ മൈന ഫ്ലൂ ഓൺ. അപ്പൊ കൂട്ടിയിടിക്കാൻ എന്ത് സംഭവിക്കും? ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും അല്ലേ? ദ മൈന ഫ്ലൂ ഓൺ റീച്ച്ഡ് ഇറ്റ്സ് പേർച്ച്. മൈന സ്വാഭാവികമായിട്ടും കൂട്ടിയിടിക്കാതെ നേരെ മുമ്പ് ക്രോ എവിടെയാണ് ഇരുന്നത് അങ്ങോട്ട് പറന്നിരിക്കണം. ബട്ട് ദ ക്രോ, എന്നാൽ വാട്ട് ഡിഡ് ദ ക്രോ ഡു? അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ, അവർ ക്രോ ട്രൈഡ് ടു പുൾ അപ്പ് ഇൻ ദ മിഡ് എയർ. മിഡ് എയർ മീൻസ് വായുവിൻ്റെ മധ്യഭാഗത്ത് എന്ന് പറഞ്ഞാൽ നിലത്തുനിന്ന് വിട്ടിട്ട് വലിയ ഉയരമല്ലാതെ മിഡ് എയറിൽ അത് എന്ത് ചെയ്തു? ഇറ്റ് സ്റ്റാർട്ടഡ് ടു പുൾ അപ്പ്. ഒന്ന് പതുങ്ങി നിൽക്കാൻ ശ്രമിച്ചു, സ്റ്റേബിൾ ആവാൻ നോക്കി. ആൻഡ് ടേൺ ബാക്ക്, എന്നിട്ടൊന്ന് തിരിയാൻ ശ്രമിച്ചു. ഇൻ ദ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് ഹിം ടു ഡു ദിസ്, ഇത് ചെയ്യാനെടുത്ത ചെറിയൊരു സെക്കൻഡുകൾക്കകം വാട്ട് ഹാപ്പൻഡ്? ദ കോബ്ര വിപ്ഡ് ഹിസ് ഹെഡ് ബാക്ക്. അതതിൻ്റെ തല തിരിച്ചിട്ട് ഒരൊറ്റയടി. വിപ്ഡ് ഹിസ് ഹെഡ് ബാക്ക്, തിരിച്ച് തലയിട്ട് ഒരൊറ്റയടി. ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്, അതിൻ്റെ ഊക്ക് മുഴുവനിട്ടൊരു കുത്തുകുത്തി. ഹിസ് സ്നൗട്ട് തട്ടിങ് അഗെയിൻസ്റ്റ് ദ ക്രോസ് ബോഡി. അതിൻ്റെ സ്നൗട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂക്കൊക്കെയുള്ള ആ മുൻഭാഗം. That means the sound of touching somewhere else on the floor or some body. ഇവിടെ കാക്കയുടെ ശരീരത്തിൽ ഒരു ശബ്ദത്തോട് കൂട്ടിയിട്ട് അതിൻ്റെ തലയടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ മീടടിച്ചു. ഹിസ് സ്നൗട്ട് തട്ടിങ് അഗെയിൻസ്റ്റ് ദ ക്രോസ് ബോഡി. പിന്നെന്താണ് സംഭവിക്കാമെന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ? സോ അങ്ങനെ ഉഗ്രവിഷം കാക്കയിൽ കയറി കാണണം. അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന പിങ്ക് ഷെയ്ഡിലുള്ളത്. എന്താണ്? റൈറ്റ്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ദ ക്രോ പുഷ് ഇറ്റ് സെൽഫ് ഇൻ ടു ട്രബിൾ? എങ്ങനെയാണ് കാക്ക സ്വയം വിനാശം വരുത്തിയത്? എങ്ങനെയാണ്?
കാക്കയ്ക്ക് അപകടം പറ്റിയത് എന്നാണ് ചോദ്യം. How did the crow push itself into trouble? Now you understood it clearly, right? On the way, the crow tried to pull up in midair and turn back. In this time, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. Then I saw the bird flung nearly 20 feet across the garden. എടുത്തെറിഞ്ഞ പോലെ പോയി വീഴുന്നതിനാണ് നമ്മൾ എന്താ പറയുക? ഫ്ലങ് എന്നെല്ലാം പറയുന്നത്. ഓക്കെ, I saw the bird flung nearly 20 feet across the garden. ഒരു 20 അടി അപ്പുറം പോയിട്ടാണ് ഉദ്യാനത്തിൽ അത് വീണത്. അവിടെ after fluttering about for a while, it started to flutter its wings and lay still. പിന്നെ അവിടെ കിടന്നു അങ്ങനെ still without any movement. That means it was dead. The myna remained on the cactus plant. മൈന ക്ലെവർ ആണെന്ന് തോന്നുന്നു. Because it remained on the cactus plant and never tried another chance. Very wisely refrained. It very wisely relieved. വിട്ടുനിന്നു. Relieved from interfering again. ഇനി അത് ഒരു ഡിസ്റ്റർബൻസിനും ഇല്ല. It didn't want to interfere in this battle. Okay, in a battle, the last round, let us say 4th round and the last round, let us see what happens. Okay, right. So here is a question. Why is the myna said to be wise? Because after seeing the death of the crow, myna remained on the cactus plant. Never it started again to attack the cobra. The cobra was weakening. പതുക്കെ കോബ്ര തളരുകയാണ്. Was weakening. And the mongoose അത് മനസ്സിലായെന്ന് തോന്നുന്നു. Walking fearlessly up to it. അതെന്ത് ചെയ്തു? Walking fearlessly up to it. ഒരു ഫിയറും ഇല്ലാതെ അത് നടന്നെടുത്തു. And raised himself on a short legs. പിന്നീട് നമ്മൾ കാണുന്നത് അത് ഷോർട്ട് ലെഗ്സിൽ അന്തരീക്ഷത്തിലേക്ക് ഒന്ന് പൊങ്ങുന്നതായിട്ടാണ്. ആൻഡ് വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ്, മിന്നൽ വേഗത്തിൽ അത് പിടിക്കുന്നു. ഇറ്റ് ക്യാച്ച്, സ്നാപ്പ്, ഒരു പിടുത്തെടുന്നു. ഹാഡ് ദ ബിഗ് സ്നേക്കിനെ അതൊരു പിടുത്തെടുന്നു. ബൈ ദ സ്നൗട്ട്, അതിൻ്റെ പിടുത്തിടുക എന്ന് പറഞ്ഞാൽ കടിച്ചു പിടിക്കുകയാണ്. ഓക്കെ, ബൈ ദി സ്നൗട്ട്, അതിൻ്റെ മേട് ഭാഗത്ത് തന്നെയാണ് കടി വിട്ടിട്ടുള്ളത്. ദ കോബ്ര റൈദ്ഡ്, നമ്മൾ റൈറ്റ് എന്ന് എഴുതുമ്പോൾ ഡബ്ല്യു ചേർക്കാറില്ല, അതേപോലെ തന്നെ ദ കോബ്ര റൈദ്ഡ് മീൻസ് ട്വിസ്റ്റഡ് ഹിയർ ആൻഡ് ദർ, കിടന്ന് പൊളഞ്ഞു. ആൻഡ് ലാഷ്ഡ് അബൌട്ട് മീൻസ് അത് പിന്നെ ബാക്കി ശരീരഭാഗം കൊണ്ട് അടിയാണ് ലാഷ് ചെയ്യുക. ഈ വിപ്പോണ്ട് ചാട്ടോണ്ട് അടിക്കുന്നതിന് ലാഷ് ചെയ്യാന്ന് പറയുന്നത്. അതുപോലെ തൻ്റെ ശരീരം ഇട്ടിട്ട് പരമാവധി മോങ്കൂസിനെ അടിക്കാൻ പറ്റുമോ നോക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റാർട്ടഡ് ടു ട്വിസ്റ്റ് ആൻഡ് ലാഷ്ഡ് അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ. കാരണം അതിൻ്റെ കാര്യമായിട്ടുള്ള ഭാഗത്ത് കടിച്ചു പിടിച്ചിരിക്കുന്നു മോങ്കൂസ്. ദ കോബ്ര റൈദർ ലാഷ്ഡ് അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ ബട്ട് ഓൾ ടു നോ അവെയിൽ. പക്ഷേ എല്ലാം കൊണ്ടും ഒരു ഉപകാരം ഉണ്ടായില്ല. നോ അവെയിൽ, നോ യൂസ്. The little fellow hung grimly on. Little fellow hung on it. അത് little fellow means mongoose. Mongoose hung on grimly. അതൊരു പിടുത്തം പിടിച്ചത് ഗ്രിമ്മായിട്ട് തന്നെ പിടിച്ചു. കടുപ്പിച്ച് ഗ്രിമ്മായിട്ട് തന്നെ പിടിച്ചു. No loose, very tightly, grim on. ഏതുവരെ? Until the snake had ceased to struggle. സ്നേക്കിന് സ്ട്രഗിൾ ചെയ്യാൻ പറ്റാത്ത ആ സമയം വരെ, അത്രയും സമയം വരെ. സീസ്ഡ്, സ്റ്റോപ്പ് ടു സ്ട്രഗിൾ. സ്നേക്കിന് അനക്കമില്ലാതാവുന്നവരെ എന്ത് ചെയ്തു? ഇറ്റ് ഹങ് ഓൺ. ദാറ്റ് മീൻസ് ഇറ്റ് ബിറ്റ് ദ സ്നേക്ക് ബൈ ദി സ്നൗട്ട്. Then he understood that
It was the end of the enemy. What did he do then? He then smelt. Smell എന്നുള്ളതിൻ്റെ past tense. Smelt. ഒന്ന് മണത്ത് നോക്കുകയാണ് തൻ്റെ ശത്രുവിനെ. along its curing length. അതിനെ പിടച്ച് കളിക്കുന്നുണ്ടല്ലോ, ക്യൂർ ചെയ്യുന്നുണ്ട്, ഷിവർ ചെയ്യുന്നുണ്ട്, ഷിവറിങ് ലെങ്ത്തിൽ. ആൻഡ് ഗ്രിപ്പിംഗ് ഇറ്റ് റൗണ്ട് ദ ഹുഡ്. എന്നിട്ട് പത്തിയുടെ ഭാഗത്ത് വീണ്ടും പിടുത്തട്ടു. ഗ്രിപ്പിംഗ് ഇറ്റ് റൗണ്ട് ദ ഹുഡ് ആൻഡ് ഡ്രാഗ്ഡ് ഇറ്റ് ഇൻ ടു ദ ബുഷസ്. എന്നിട്ട് അതിനെ ഈ കുറ്റിച്ചെടികൾക്കിടയിലേക്ക് വലിച്ചുകൊണ്ടുപോയി. Then the myna dropped cautiously to the ground. മൈന പതുക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്തു, ഗ്രൗണ്ടിലേക്ക് വന്നു. ഹോപ്ഡ് അബൌട്ട്. എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കാക്ടസിൻ്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്തു? ഇറ്റ് കെയിം ടു ദ ഗ്രൗണ്ട്, ദാറ്റ് ഈസ് ഡ്രോപ്ഡ്. ആൻഡ് ഹോപ്ഡ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പക്ഷികളൊക്കെ ചാടി ചാടി നടക്കുന്നില്ലേ, ദാറ്റ്സ് ആൻ ഹോപ്ഡ് അബൌട്ട്. ആൻഡ് പിയേർഡ് ഇൻ ദ ബുഷസ്. എന്നിട്ട് അതിങ്ങനെ ഒരു സെർച്ച് ചെയ്യണ മട്ടിൽ നോക്കുകയാണ്. in a searching way, looking in a searching way. എന്തോ അന്വേഷിക്കുന്ന മട്ടിൽ, തേടുന്ന മട്ടിൽ ഇങ്ങനെ നോക്കി. in the bushes from a safe distance. It didn't go near. And then it understood that enemy was dead. And then with a shrill cry of congratulation flew away. എന്നിട്ട് a shrill cry of congratulation. കൺഗ്രാജുലേഷൻ്റെ ഒരു ഷ്രില്ലായിട്ടുള്ള റഫായിട്ടുള്ള ഒരു ക്രൈ, ഒരു ബഹളത്തോടെ. കൺഗ്രാജുലേഷൻ വരുമ്പോൾ കരയല്ലല്ലോ ചെയ്യുക. സോ പക്ഷിയുടെ ഉണ്ടാക്കുന്ന ശബ്ദത്തെയാണ് ഷ്രില്ലായിട്ടുള്ള ക്രൈ എന്ന് പറയുന്നത്. മൈന ഉണ്ടാക്കുന്ന ശബ്ദം നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ ഒരു ശബ്ദത്തോട് കൂടിയിട്ട് ഇറ്റ് ഫ്ലൂ അവേ. ആൻഡ് ഹിയർ കംസ് ദ 14th question. Who won the battle? You know. Now you knew it. And what made the myna peer into the bushes? എന്തിനാണ് അത് ബുഷിലേക്ക് നോക്കിയത്? ബിക്കോസ് mongoose dragged the dead cobra into the bushes. That is why it hopped about and peered into the bushes from a safe distance. So, fighting episode is over now. അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള 5-6 ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം എഴുതുക. പിന്നെ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിശദാംശങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കഥയല്ലേ, കഥയുടെ വിശദാംശങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് എങ്ങനെ, ഹൗ ഇറ്റ് ഹാപ്പൻഡ്, വാട്ട് ഹാപ്പൻ ടു ദ ബേർഡ്സ്, വാട്ട് ഹാപ്പൻ ടു ദ സ്നേക്ക്, ഹൗ വാസ് ഇറ്റ് കിൽഡ്, ഈ ഭാഗങ്ങളൊക്കെ നല്ലതുപോലെ പല പ്രാവശ്യം വായിച്ചു നോക്കണം. എന്നാൽ മാത്രമേ ആ ഭാഗത്തുള്ള സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെ മനസ്സിലുണ്ടാവുള്ളൂ. ഓക്കെ, റൈറ്റ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് മാഷ് വരും. സൈഡ് ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി നല്ലപോലെ പല പ്രാവശ്യം വായിച്ച് ഹൃദ്യസ്ഥാക്കുക. ഏതായാലും പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സീ യു ദെൻ, ഗുഡ് ബൈ.